2020 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യക്ക് വലിയ നാണക്കേടായിരിക്കുകയാണ് ഇന്നത്തെ T20. സിംബാബ്വെക്കെതിരെ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇതുപോലെ ഇന്ത്യ തോൽക്കുമെന്ന് ആരും കരുതിയില്ല. സിംബാബ്വെ ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് സിംബാബ്വെയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രണ്ടാം ഓവറിൽ തന്നെ ഇന്ത്യ വിക്കറ്റ് നേടി. എന്നാൽ പിന്നീട് അങ്ങോട്ട് സിംബാബ്വെ മികച്ച രീതിയിൽ കളിച്ചു. 10 ഓവറിൽ അവർ 70 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് രവി ബിഷ്ണോയ് മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചു. 4 വിക്കറ്റാണെന്ന് ബിഷ്ണോയ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വാഷിംഗ്ടൺ സുന്ദറിന് 2 വിക്കറ്റ് കിട്ടി. സിംബാബ്വെ ടീമിന് ഇന്ത്യ എറിഞ്ഞിട്ടു. 20 ഓവറിൽ സിംബാബ്വെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് അഭിഷേക് ശർമ്മയും ഗില്ലുമായിരുന്നു. തുടക്കം തന്നെ ഇന്ത്യക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യ ഓവറിന്റെ 4-ാം ബോളിൽ അഭിഷേക് ശർമ്മ ഔട്ടായി മടങ്ങി. ഡെക്കിലാണ് അഭിഷേക് പുറത്തായത്. ഇത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. പിന്നീട് വൺ ഡൗൺ ഇറങ്ങിയത് ഋതുരാജ് ആയിരുന്നു. ഋതുരാജ് വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 7 റൺസ് മാത്രമാണ് ഋതുരാജ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. 3-ാം ഓവറിൽ ഇന്ത്യയുടെ 2ാമത്തെ വിക്കറ്റും പോയി. പിന്നീട് 4-ാം നമ്പറിൽ ഇറങ്ങിയത് റിയാൻ പരാഗ് ആയിരുന്നു. പക്ഷേ പരാഗിനും ഇന്ന് കളിക്കാൻ സാധിച്ചില്ല. 2 റൺസ് എടുത്ത് പരാഗും ഔട്ടായി മടങ്ങി. പിന്നീട് ഇന്ത്യയുടെ പ്രതീക്ഷ ഫിനിഷർ റിങ്കു സിംഗിലായിരുന്നു. റിങ്കു സിംഗും ഡെക്കിലാണെന്ന് പുറത്തായത്. ഇതോടുകൂടി ഇന്ത്യ പരാജയം ഉറപ്പിച്ചു. 22 റൺസിൽ 4 വിക്കറ്റാണ് ഇന്ത്യയുടെ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു ഭാഗത്ത് ശുമാൻ ഗിൽ കൃത്യതയാർന്ന കളിയാണ് കാഴ്ചവെച്ചത്. എന്നാൽ 10-ാം ഓവറിൽ ഗില്ലും പുറത്തായി. 47 റൺസിൽ 6 വിക്കറ്റ് ഇന്ത്യയുടെ പോയി. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ ആദ്യ T20യിൽ തോറ്റിരിക്കുകയാണ്. സിംബാബ്വെ മികച്ച ബൗളിംഗാണ് ഇന്ന് കാഴ്ചവെച്ചത്. വേൾഡ് കപ്പ് നേടിയ ഇന്ത്യക്ക് ഇത് നാണക്കേട് തന്നെയാണ്. സിംബാബ്വെ ഇന്ത്യ വില കുറച്ച് കണ്ടു. അതാണ് ഇന്ത്യ കളി തോൽക്കാൻ കാരണമായത്. സഞ്ജു ജയ്സ്വാൾ ഉണ്ടെങ്കിൽ ഇന്ത്യ ഇങ്ങനെ തോൽക്കില്ലായിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.